ഹലോ ഹായ് നമസ്കാരം. 2026 മെയ് മാസം 4-ാം തീയതി കേരളം റിസൾട്ട് കാത്തിരുന്ന ദിവസം എന്നാണ് ഈ ദിവസത്തെ നമുക്ക് വിളിക്കാൻ പറ്റുക. അങ്ങനെ റിസൾട്ട് വന്നു. 3.0 ഉണ്ടാവുമോ? ഭരണ തുടർച്ച സംഭവിക്കുമോ? ഭരണവിരുദ്ധ വികാരമാണോ ഉള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. ഭരണ തുടർച്ചയില്ല, 3.0 സംഭവിക്കില്ല. ഞാൻ ഇന്ന് ശരിക്കും ഒരു ബ്ലാക്ക് കളർ ഷർട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു റെഡ് കളർ ഷർട്ട് എടുത്തിട്ടു. കാരണം കേരളത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് ചോപ്പ് അത് നമുക്ക് വീഡിയോയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. LDF പരാജയപ്പെട്ടു. UDF ഒരു റെക്കോർഡ് വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചത്. അതിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാഷ്വൽ വീഡിയോ ആണത്. ഒരു ഭയങ്കര പൊളിറ്റിക്കൽ അനാലിസിസ് ആയിട്ടൊന്നും ഇതിനെ കാണണ്ട. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാൾക്ക് ഒരു മറുപടി കൊടുക്കാനുണ്ട്. അദ്ദേഹം എനിക്കൊരു വോയിസ് മെസ്സേജൊക്കെ അയച്ചിട്ട് എൻ്റെ മറുപടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കാത്തിരിക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കാൻ ഇതിലും നല്ലൊരു ദിവസം ഇല്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് അവസാന ഭാഗത്തേക്ക് വെക്കുകയാണ്. ചക്ക ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള ആളുകളെല്ലാവരും മത്സരിച്ച് ജയിച്ചു കഴിയുമ്പോൾ MLAക്ക്, അതായത് ഓൾറെഡി ഞങ്ങളുടെ MLA ആണ്, അതുകൊണ്ട് MLAക്ക് പൊട്ടിക്കാൻ വെച്ചിരുന്ന പടക്കം എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചിട്ടുള്ള പടക്കങ്ങളൊക്കെ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആഘോഷ ദിവസത്തിലിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുക്കാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അഖിൽ മാരാര് പൊട്ടി, അഞ്ജലി നായർ പൊട്ടി, ആതിര നായർ പൊട്ടി, റോബിൻ രാധാകൃഷ്ണൻ 8 നില പൊട്ടി. മിക്കവാറും പല മണ്ഡലങ്ങളിലും ജയിച്ച ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ എണ്ണമാണ് ഇവർക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത്. അതും സാക്ഷര കേരളത്തിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. എന്നാലും ആരായിരിക്കും ഈ 10,000 ആൾക്കാരൊക്കെ വെച്ച് ഇവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ആകുലചിത്തനാവുന്നുണ്ട്. പക്ഷേ UDFൻ്റെ വിജയം എന്ന് പറയുന്ന ഒരു കാര്യം, ഇത്രയും വലിയൊരു വിജയം സംഭവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇലക്ഷനോടനുബന്ധിച്ചും അല്ലാതെയും ഒക്കെ ആയിട്ട് പ്രതിപക്ഷ നേതാവിൽ നിന്നടക്കം നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് നുണപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ആ നുണപ്രചരണങ്ങളെ ജനങ്ങൾ ചിന്തിച്ചില്ലേ, അതിനെ കൈക്കൊണ്ടില്ലേ എന്ന് പറയുന്ന ഒരു സംശയമുണ്ട്. വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്ഥലം വാങ്ങിയിട്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയ സംഭവങ്ങൾ അത് ജനങ്ങളാരും അറിഞ്ഞില്ലേ, ശ്രദ്ധിച്ചില്ലേ? പക്ഷേ UDFൻ്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത. ശരിക്കും ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അവർക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് LDF വികസന മുന്നേറ്റങ്ങളാണ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള കള്ളത്തരങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് UDF അവർ ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇന്ത്യയും ഉപയോഗിക്കുന്നത്. മടുത്തു, ഈ MLA മാറി വരണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ക്യാമ്പയിനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. LDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡുകളുടെയും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരുപാട് വികസനം സംഭവിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്, ആരോഗ്യരംഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന വികസനങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ വികസനം എന്ന് പറയുന്ന ഒരു കാര്യം ചർച്ചയ്ക്ക് വരാത്ത രീതിയിൽ ഭരണവിരുദ്ധ വികാരത്തിന് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടൊക്കെയുള്ള പല കാര്യങ്ങളെയും കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളത് UDFൻ്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യത്തെ പരിഗണിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി ശരിക്കും വിജയിക്കേണ്ടത് അതിലൊന്നുമല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിജയിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു. മാത്രമല്ല UDFിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ NDAയിൽ നിന്ന് വന്നിട്ടുള്ള പല ആരോപണങ്ങളെയും ശക്തമായി ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന തരത്തിൽ ഒന്ന് തിരുത്തി പറയാൻ LDFന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന പാട്ട് വരുമ്പോൾ പാട്ടിനെതിരെ ഒരു പ്രചരണം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന അവസ്ഥയിൽ അവതരിപ്പിക്കാൻ, അതായത് നിങ്ങളുടെ കയ്യിൽ ഉത്തരവൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഉത്തരം മാത്രം കയ്യിലിരുന്നിട്ട് കാര്യമില്ല, ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അത് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ നിലനിന്നിരുന്നൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സംസാരിച്ച ഒരാൾ പറഞ്ഞത് 5 വർഷത്തിൽ കൂടുതൽ ഇവരുടെ ഒരു പാർട്ടി ഭരിക്കരുത്, അതായത് 5 വർഷത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടൊരു പാർട്ടി ഭരിക്കരുത്, മാറി വന്നുകൊണ്ടിരിക്കണം എന്നാണ്. അത്തരം ചിന്തകളെയും ഒക്കെ വളരെയധികം ഷാർപ്പാക്കി ഈ വികസനങ്ങൾ എന്ന് പറയുന്ന കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടുവരുന്ന LDFൻ്റെ ആ ഒരു വിജയ സാധ്യതയെ കുത്തിക്കെടുത്താൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നിരുന്ന എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആരാണ് മുഖ്യമന്ത്രിയാവുക, UDFൻ്റെ വൻ ചർച്ചയൊക്കെയാണ്. ഇന്നയാളാവുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അണികളുടെ വക പോസ്റ്റ് വരുന്നു, നേതാക്കളുടെ വക പോസ്റ്റ് വരുന്നു, പ്രസംഗങ്ങൾ വരുന്നു. അങ്ങനെ ഒരു വൻ ചർച്ച നടക്കുമ്പോൾ ഇതിനൊരു ട്രോൾ മെറ്റീരിയലായിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിലെ കോൺഫിഡൻസ് എന്തുമാത്രമായിരുന്നു എന്നുള്ളത് ഇന്ന് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവുക. ആരാവണം ഞങ്ങളിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു ചർച്ച അവർക്കിടയിൽ ഉണ്ടാകുന്നത് അത്രയധികം വിജയസാധ്യത അവർ മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെയായിരുന്നു. മാത്രമല്ല ആരാവണം മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് തീപാറുന്നൊരു ചർച്ച തന്നെ ഉണ്ടാകുന്നത് അത് സത്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഒരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിലെത്തുന്നു, അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നു. അപ്പോൾ അതിൽ ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയാം ഞാനാണ് മുഖ്യമന്ത്രി,
വേറെ ആരും ചോദിക്കേണ്ട എന്ന് പറയുമ്പോൾ എല്ലാവരും മിണ്ടാതെ ഓ അമ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതൊരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമല്ലല്ലോ. ഒരാൾ മുഖ്യമന്ത്രി ആവാമെന്ന് പറയുമ്പോൾ എനിക്കും അതിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കും ഇന്ന യോഗ്യതകളുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരാൾ മുന്നോട്ട് വരികയോ, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നിൽ കാണുന്ന മുഖ്യമന്ത്രി ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തെ പരിഗണിക്കണമെന്ന് ബാക്കിയൊരു കൂട്ടം ആളുകൾ പറയുകയോ, അതിനുശേഷം ഒരു ചർച്ച ഉണ്ടാവുക, പറ്റുകയാണെങ്കിൽ ഒരു മത്സരം തന്നെ ഉണ്ടാവുക, അതിനുശേഷം മികച്ച ഒരാൾ ആ സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നതാണല്ലോ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവരാരാവണം മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് തമ്മിൽ തല്ലിക്കോട്ടെ, ദാറ്റ്സ് ഫൈൻ. ആൻഡ് എനിക്ക് ഇത്തവണ ഇലക്ഷന് മത്സരിച്ചിട്ടുള്ള എല്ലാവരും, എസ്പെഷ്യലി LDF എല്ലാ ആളുകളും ഒരുപോലെ ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ള, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുപോലെ ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ചാണ്ടി ഉമ്മൻ്റെ വിജയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങൊരു പോസ്റ്റർ അടിച്ചിട്ടില്ല, ഫ്ലെക്സ് അടിച്ചിട്ടില്ല, അത്തരം ചിലവുകൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന, നമ്മൾ ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും പറയുന്നതാണ്, ഇവർ ഒട്ടിച്ചിട്ട് പോകുന്ന പോസ്റ്ററുകൾ ഇവർ മാറ്റാറില്ല, ഫ്ലെക്സുകൾ ഇവരെടുത്ത് മാറ്റാറില്ല, അത് പ്രകൃതിക്ക് ദോഷമാണ്, ഒരു നാടിൻ്റെ ഭംഗിക്ക് മോശമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചാണ്ടിയുമ്മൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു എക്സ്പെൻസ് ഉണ്ടായില്ല. പുള്ളി ഒരു സൈക്കിളും എടുത്ത് രാവിലെ വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്നു. അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, വീട്ടുവേഷത്തിൽ രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിലെ ഒരാൾ, ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പല സെറ്റർ പ്രോഗ്രാമുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഭാഷയിൽ ഒരു ഷോ ഓഫ് എന്നുള്ള രീതിയിൽ കാണാം. പക്ഷേ നമ്മുടെ വീട്ടിലെ ഒരാൾ എന്ന് പറയുന്ന ഒരു തോന്നൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ച് ആ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ 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 പ്രധാനമാണ്. അയാൾ ഏത് വലിയ സ്ഥാനം വരെ മത്സരിച്ച് ജയിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പാർട്ടിയിലെ പ്രവർത്തകരും ആ നേതാവുമൊക്കെ നമ്മളിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നൊരു തോന്നലിനെ നിലനിർത്താൻ സാധിക്കണം. ആ കാര്യത്തിൽ ചാണ്ടി ഉമ്മനൊരു വലിയ വിജയമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിനെ നമ്മൾ എങ്ങനെ നോക്കിക്കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതൊരു റെക്കോർഡ് നമ്പറാണ്. സോ നിങ്ങളിവിടെ ഒരുപാട് പണം മുടക്കി നടത്തുന്ന പ്രചാരണ വേലകൾക്കപ്പുറത്ത് ജനങ്ങളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അവരുടെ വീട്ടിലെ ഒരു നിത്യ സന്ദർശകനെ പോലെ അവർക്ക് ഫീൽ ചെയ്യുക, അവരുടെ ഇവൻറ്റുകളിൽ, അവരുടെ ലൈഫിലെ ഇപ്പോൾ കല്യാണമാണെങ്കിലും കൊച്ചിൻ്റെ കാതുകുത്താണെങ്കിലും പിറന്നാൾ പരിപാടിയാണെങ്കിലും അവിടെ പന്തൽ നും സദ്യയ്ക്ക് വിളമ്പാനും ഒക്കെ ആയിട്ട് അവരുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരാണ് അവരുടെ വീട്ടിലെ ആൾ. ആ ആളെയല്ലേ നമ്മൾ വിജയിപ്പിക്കേണ്ട കാര്യം, ആ ആൾക്കല്ലേ എൻ്റെ വീട്ടിലെ കാര്യം അറിയുള്ളൂ, അപ്പോൾ അയാൾക്കല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ചിന്തകളടക്കം ഒരുപാട് കാര്യങ്ങൾ ചാണ്ടി ഉമ്മൻ്റെ വിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ന്യൂസിൽ കണ്ടിട്ടാണ് പല പ്രശ്നങ്ങളും അറിഞ്ഞു വരുന്നതും പെരുമാറുന്നതും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, എല്ലാവരെയും അല്ല പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലുകൾ കാണുന്നത് വളരെ വൈകിയാണ്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് സോഷ്യൽ മീഡിയ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ നാട്ടിലും ഓരോ ജംഗ്ഷനിലും നടക്കുന്ന വിഷയങ്ങളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും അറിയണ്ടേ. ഏകദേശം ഇതേ ഡയലോഗ് സന്ദേശം സിനിമയിൽ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല എന്ന് പറയുന്നൊരു പ്രവർത്തകൻ്റെ ഡയലോഗായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. മുമ്പ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഉണ്ടാവുമായിരുന്നു. അടിത്തറ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഏതൊരു രാഷ്ട്രീയ കക്ഷികൾക്കും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അടിത്തറ. അതെപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിനോടൊപ്പമാണ് 5 വർഷത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭരണം ഒരു പാർട്ടിക്ക് കിട്ടുന്ന അത്ര നല്ലതല്ല, അവരെത്ര നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല എന്ന് പറയുന്നൊരു പ്രചാരണം ഉണ്ടാകുന്നത്. അതിനോടൊപ്പം കുറേ അഴിമതി ആരോപണങ്ങളും അതിന് കൃത്യമായ ന്യായീകരണങ്ങൾ കൊടുക്കാൻ ഭരണ സംവിധാനത്തിന് സാധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം തന്നെ നോക്കൂ, 79%-ലധികം ആളുകൾ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ആളുകളുടെ തീരുമാനമാണ് നമ്മളീ പറഞ്ഞത്. കുറച്ച് ആളുകളുടെ അല്ല, അത്രയും ആളുകളുടെ, സാധാരണയിൽ കവിഞ്ഞ് ഇത്രയും ആളുകളുടെ ഒരു തീരുമാനം നമ്മൾ അറിയുമ്പോൾ അതിൽ ചിലതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. ഈ ഇലക്ഷന് തോറ്റ ആളുകളുടെ കുറേ ന്യായീകരണങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്, വോട്ടിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ശതമാനത്തിൽ ഞങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഇയാൾ നമ്മളെ പിന്നീന്ന് കുത്തി, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷിയും ഈ രാഷ്ട്രീയ കക്ഷിയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഞങ്ങളുടെ ശതമാനം കുറച്ചു, അങ്ങനെയാണ് ഞങ്ങൾ തോറ്റുപോയത് എന്നീ പറയുന്ന എല്ലാ ന്യായീകരണങ്ങളും ഇതൊക്കെ സംഭവിക്കും, പൊളിറ്റിക്സാണ്. പക്ഷേ ഈ ന്യായീകരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ, അവർ മുറുക്കെ പിടിക്കാനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യണം. ആൻഡ് ഇന്ന് കണ്ട ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമ, അവർ വടകരയിൽ മത്സരിച്ച് വിജയത്തിലേക്ക് അടുത്തു എന്ന് ഉറപ്പിച്ചു തുടങ്ങുന്ന അതേ സമയം ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം വിജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വോട്ടെണ്ണി വരുമ്പോൾ ഒരുപാട് പുറകിലായിരുന്നു അദ്ദേഹം. ആ പറയുന്നൊരു സാഹചര്യം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നൊരു സമയം എന്ന് പറയുന്നത്, അതും TPയുടെ സ്മൃതി ദിനത്തിൽ തന്നെ സംഭവിക്കുക എന്ന് പറയുന്നത്, ഞാനിവിടെ ആരെയും ഇന്നയാളാണ് തെറ്റ് ചെയ്തത്, ഇന്നയാളാണ് പ്രതി എന്ന് പറയുന്ന പോലെ ഒരു വിധി പറയുകയൊന്നുമല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി നിന്ന് അതേ രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുള്ള ആളുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരാൾ
ഒരാൾക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമായിട്ടാണ് അത് ഫീൽ ചെയ്തത് ഇത്തവണത്തെ റിസൾട്ട് അടക്കം. ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നീ ആരാടാ, കമ്മിയാണോ, കൊങ്ങിയാണോ, സുഡുവാണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടാവുമായിരിക്കും. കേരള രാഷ്ട്രീയത്തിനെ മൊത്തത്തിലൊന്ന് നോക്കി കാണുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കങ്ങനെ ഒരു ചാപ്പ വേണമെന്ന് ആഗ്രഹമില്ല. നിങ്ങൾ കുത്തനെ കുത്തിക്കോളൂ. എന്തായാലും ഇന്നത്തെ ദിവസം ഞെട്ടിപ്പിച്ചൊരു മുന്നേറ്റം സംഭവിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. TVK എന്ന് പറയുന്ന ഒരു പാർട്ടി വരുന്നു. അവർക്ക് എത്ര ഇലക്ഷൻ്റെ പ്രായമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിന് മുഴുവൻ മാറ്റിമറിക്കാൻ ഞാൻ വിചാരിച്ചൊരു 10-12 ഒരു സീറ്റൊക്കെ അവർക്ക് കിട്ടുമായിരിക്കും, 1-2 ഇടങ്ങളിലൊന്ന് പേടിപ്പിച്ചിട്ട് തോക്കുമായിരിക്കും, ഇത്രയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിജയ് എന്ന് പറയുന്ന ഒരൊറ്റ പേര് വെച്ചുകൊണ്ട് തളപതി മാത്രം, നിങ്ങൾ ഒന്ന് ആ പാർട്ടിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വിജയ് അല്ലാതെ എത്ര പേര് ആ പാർട്ടിയിൽ അറിയാം? ആ പാർട്ടിയുടെ പ്രവർത്തകനല്ലാത്ത, ഒരു രാഷ്ട്രീയ നിരീക്ഷകനല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ നമുക്ക് ആരെയും അറിയില്ല. വിജയ് 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 ബസ്. അണ്ണൻ വന്നു, പാർട്ടി തുടങ്ങി, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, എല്ലായിടത്തും ആളെ നിർത്തി, അണ്ണൻ അങ്ങോട്ട് കയറി പോവുക. ഇത് എന്താ പരിപാടി? ഇത് തുടങ്ങുമ്പോൾ, അതായത് വോട്ടെണ്ണിൽ തുടങ്ങിയപ്പോഴേ പുള്ളി സെഞ്ചുറി അടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. വേറെ ഏത് നാട്ടിലാണ് ശരിക്കും ജനനായകൻ റിലീസ് ആവാതെ ഇങ്ങനെ വൈകി പോകുന്ന സമയത്ത് പല ആളുകളും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ എന്താണ്, അല്ലെങ്കിൽ ഈ സിനിമ എന്താ ഇങ്ങനെ പോകുന്നത്. ശരിക്കും ഇന്നാണ് അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസായത്. വിജയുടെ വിജയം അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒരു വിജയത്തിളക്കമല്ല, വിജയ് തിളക്കം നമ്മൾ ഇന്ന് തമിഴ്നാട് പൊളിറ്റിക്സിൽ കണ്ടു. ശരിക്കും ഇതൊരു സിനിമയല്ലേ? ഒരു നടൻ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വരുന്നു, അയാളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അയാളുടെ ഇമേജിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വിവാദങ്ങൾ സംഭവിച്ചു. കരൂരിലുണ്ടായ അപകടമുണ്ട്, അദ്ദേഹത്തിനെതിരെ ഒരാൾ പൂക്കളാണ് എറിഞ്ഞതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് വേഗം തിരിച്ചു വന്ന് കയറുമെന്ന് പറഞ്ഞു, പുള്ളി ഓടി വന്ന് കയറി. അതിനെ പൂക്കളെ പോലും പേടിക്കുന്ന ഒരാളായിട്ട് അയാളെ മുദ്രകുത്തി. ഭാര്യയുമായിട്ടുള്ള അയാളുടെ ഡിവോഴ്സ്, അത് അയാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതെടുത്തുകൊണ്ട് വന്ന് ഇലക്ഷന് ഒരു പ്രചരണ ആയുധമായിട്ട് ഉപയോഗിച്ചു. അയാളുടെ റിലേഷൻഷിപ്പുകൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. എന്തൊക്കെ ആരോപണങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാക്കി. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറയുന്ന ഡയലോഗുകളൊക്കെ വെറും PR നാടകങ്ങളാണ്, വെറും അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് നശിപ്പിച്ച്. പക്ഷേ ജനങ്ങൾ എവിടെ കൊണ്ട് കുത്തിയത്? ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം ജനങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും മോശം എന്ന് കരുതിയിട്ടൊന്നുമല്ല, പക്ഷേ ഇതിലും പുതിയതെന്തോ, ഇതിലും നല്ലതെന്തോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് വേണം. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം വോട്ടിംഗ് ശതമാനത്തിലെ വർധനമാണ്. സോ ഇത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളോ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചോ ഒക്കെ കുത്തിയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ളൊരു പരിപാടി എന്നുള്ളതിനേക്കാൾ ജനങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സിനിമാ താരം എന്ന് പറയുന്നത് അവർക്കിപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു നെഗറ്റീവ് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഓരോ ജനതയുടെയും ഓരോ കൾച്ചറിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സിനിമ അവരുടെ കൾച്ചറിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, സിനിമാ താരങ്ങൾ അവർക്ക് എത്രത്തോളം പ്രധാനമാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മുടെ MLA മാരും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ തോറ്റിട്ടുണ്ട്. അതിൽ തന്നെ മുഖ്യമന്ത്രി അടക്കം ഇപ്പം തോറ്റു എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയിൽ ആ വക്കോളം എത്തി നിൽക്കുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോറ്റതിന് ചില ന്യായീകരണങ്ങളുമായിട്ട് വരികയാണ്. അവരുടെ ന്യായീകരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളാണ്, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളിതിനെ ഒന്ന് നോക്കി കാണുമ്പോഴേ ഭരണവിരുദ്ധ വികാരം ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. UDF മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രചരണ ആയുധങ്ങൾ, അവരുടെ അജണ്ടകൾ, അതൊക്കെ വളരെ ശക്തമായി നടപ്പിലാക്കപ്പെട്ടിരുന്നു. അതുകൂടാതെ MLA മാർ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിറ്റിംഗ് MLA മാർ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ മത്സരിച്ച് വിജയിച്ച ആ മണ്ഡലമില്ലേ, അവിടെ അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുക? ജനങ്ങൾ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏറ്റവും നല്ല റോഡും അത്യാവശ്യത്തിന് വെള്ളവും പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതുടനെ ശരിയാക്കി തരാൻ മനസ്സുള്ള ഒരു ഓഫീസൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു MLA ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറൊരാൾക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ പുതിയ കാര്യങ്ങൾ വരുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ വീട്ടിലെ പ്രായമായ ആളുകളെയും അയൽക്കാരെയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വേസ്റ്റ് മാനേജ്മെൻറ്റിനെയൊക്കെ വളരെ നന്നായി നോക്കുന്ന ഒരു MLA മാറ്റി ഞാൻ എന്തിനാണ് പരീക്ഷിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ ഈ സിറ്റിംഗ് MLAക്ക് വോട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരോരോരുത്തരും അവരവരുടെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത് എന്താണ് എന്ന് പുനർവിചിന്തനം നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളായിട്ട് ഇപ്പോൾ പറയുന്നില്ല ഇന്ന ആളുടെ മണ്ഡലത്തിൽ ഒന്നും നടന്നിട്ടില്ല, ഇയാൾ എവിടെയായിരുന്നു, ജയിച്ചു കഴിഞ്ഞ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അതത് തോറ്റുപോയ MLA മാർ അവരവരുടെ മണ്ഡലത്തിലേക്ക് നോക്കണം. അവർ ചിലപ്പോൾ പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടാവും, പക്ഷേ അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതായിരുന്നോ? ജനങ്ങൾ ആവശ്യപ്പെട്ടത് എന്തെങ്കിലും നടപ്പിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഫ്യൂച്ചറിസ്റ്റിക്കായി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ചുമ്മാ അങ്ങ് തോറ്റു എന്ന് പറയുന്നതല്ല, MLA മാരും മന്ത്രിമാരും അടക്കം തോറ്റു എന്ന് പറയുമ്പോഴാണ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു തോൽവിയായിട്ട് മാറുന്നത്. തോറ്റ പേരുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വലിയ തലകളാണ്, വലിയ തല ഉരുളുന്നുണ്ടെങ്കിൽ
അതിൻ്റെ പിന്നിൽ വലിയ വലിയ കാരണങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞു വന്ന ഒരു ആരോപണമാണ്. അതായത് ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന് ഓപ്പോസിറ്റ് മത്സരിച്ച VP അബ്ദുൾ റഷീദ്. തുടക്കത്തിൽ അദ്ദേഹമാണ് മുന്നിൽ നിന്നിരുന്നത്, പിണറായി വിജയൻ വളരെ പുറകിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത ബൈറ്റിൽ പറഞ്ഞത് അവർക്ക് ഇലക്ഷൻ പ്രചരണ സമയത്ത് ചിലയിടങ്ങളിൽ പ്രവേശിക്കാൻ പോലും അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ, അവരുടെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അയാൾ തന്നെ ഒരു സ്ഥാനാർത്ഥി, അയാളുടെ ഇലക്ഷൻ പ്രചാരണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരാതികളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തിരിച്ചടികൾക്കൊക്കെ മുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഓരോ കേന്ദ്രങ്ങളിലും ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചാണ് തനിക്ക് ഇത്രയും വോട്ട് നേടാൻ പറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആരോപണമാണ്, എനിക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ആ ആരോപണം ഈ രാജ്യത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അന്വേഷണം വരേണ്ടുന്ന കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ പ്രബലരായിട്ടുള്ള 3 രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നുണ്ടാവും. ഞാനും ഇലക്ഷന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടാവും. എനിക്കിവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും, ഞാനൊരു ഇന്ത്യക്കാരനാണല്ലോ, എനിക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പട്ടാളക്കാരും നമ്മുടെ ഗവൺമെൻറ്റും തടയാത്തടുത്തോളം ഇന്ത്യയിൽ എവിടെയും എനിക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഞാൻ സഞ്ചരിക്കുകയും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഓരോ പൗരനോടും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ഏറ്റവും വലിയ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഒരാളെ അനുവദിച്ചിട്ടില്ലെങ്കിൽ അത് ഏത് കാര്യത്തിൻ്റെ ഏത് പ്രിവിലേജിൻ്റെ പുറത്തിരുന്നിട്ടാണെങ്കിലും തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്. ഈ ഇലക്ഷനിലെ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ വനിതാ പ്രാതിനിധ്യം കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇലക്ഷന് മത്സരിച്ച ഒരുപാട് വനിതകളുണ്ടായിരുന്നു. അവരിൽ തന്നെ ഒരുപാട് പേര് വിജയിച്ച്, വലിയ സ്കെയിലിൽ തന്നെ വിജയിച്ച് നിയമസഭയിലേക്ക് വരുന്നത്. നമ്മൾ നിയമസഭയിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് വനിതകളെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ജെൻഡറിൻ്റെ പ്രാതിനിധ്യം ഭരണ സംവിധാനത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളതും ഒരു സന്തോഷമാണ്. LDFൻ്റെ തോൽവി വല്ലാത്തൊരു തോൽവിയായിപ്പോയി. പക്ഷേ ഈ തോൽവിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് LDFലെ വളരെയധികം പ്രവർത്തകരും നേതാക്കളും അടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മാറുകയും അവിടെ അവർ മത്സരിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ടും പാർട്ടിക്കകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പാർട്ടി തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. കാരണം ഈ ഇല കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് പോലെയല്ല ഒരു വലിയ കൊമ്പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ കൊമ്പുകൾ ഒടിയാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ എന്തുകൊണ്ട് കൊമ്പൊടിയുന്നു എന്ന് പറയുന്ന കാര്യം കണ്ടെത്തിയാൽ നമുക്കിപ്പോൾ തന്നെ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി മരത്തിനെ കുറച്ച് കാലം കൂടി സംരക്ഷിക്കാൻ പറ്റും. UDF ഇനിയിപ്പോൾ എന്തായാലും നല്ല ആഘോഷമൊക്കെ ആയിരിക്കും, വളരെ സന്തോഷത്തിലായിരിക്കും. കുറച്ച് ആളുകൾ ആരാവും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലായിരിക്കും. അതിൻ്റെ പേരിൽ ചെറിയ ചില ഒന്നും തള്ളുമൊക്കെ ഉണ്ടായെന്ന് വരും. ദാറ്റ് ഈസ് ഓക്കെ. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ അവർ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടൊരു ബഹളം നടത്തുന്നു. അത് കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലറ പ്രസ്താവനകൾ ഇറക്കൽ പരിപാടികളൊക്കെ ഉണ്ടാവും. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ സെറ്റിലാവും. പക്ഷേ ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ NDA അക്കൗണ്ട് തുറക്കുന്നില്ല എന്ന് പറയുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നപ്പോൾ NDAക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തത് ഒരു സന്തോഷമാണെന്നൊക്കെ പല ന്യൂസ് റിപ്പോർട്ടേഴ്സും പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ വർഗീയതയുടെ വിത്തുകൾ പാകാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. പക്ഷേ അതേ ന്യൂസ് റീഡേഴ്സ് തന്നെ മുസ്ലിം ലീഗിൻ്റെ മുന്നേറ്റത്തിന് വളരെയധികം പുകഴ്ത്തി പറയുന്നതും കേട്ടു. നിങ്ങൾ BJP എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അതേ കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ പേടിക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ മതമാണ് പ്രശ്നം എന്ന് പറയുന്നൊരു നേതാവിനെ കാണുമ്പോൾ ഇയാൾ എന്ത് വർഗീയവാദിയാണ് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ മതത്തിലുള്ള ആളുകൾ ഇവിടെ ജയിക്കണ്ടേ എന്ന് പറയുന്ന ആളെ ഒരു വർഗീയവാദിയായി കാണുകയും പേടിക്കേണ്ട ഒരാളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം മതം പറഞ്ഞ് വോട്ട് നേടുന്ന നമ്മളൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട ആളുകളാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത് ഇതാണ് എന്നൊക്കെ വാദിക്കുന്ന ഓരോ വ്യക്തികളും വർഗീയവാദികളാണ്. സോ NDA ഇവിടെ സീറ്റ് നേടിയില്ല എന്ന് പറയുന്നത് കൊണ്ട് കേരളം സുരക്ഷിതമാണ് എന്നൊക്കെ വാദിക്കുന്നത് എനിക്കൊരു നല്ല വാദമായിട്ട് തോന്നുന്നില്ല. NDA ഒരു വർഗീയത പറയാത്ത കക്ഷിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ NDA അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ കേരളം മുങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പുറത്തെ സൈഡിൽ വർഗീയത പറയുന്ന ആളുകളെ, അല്ലെങ്കിൽ മതവും മതാധ്യക്ഷന്മാരും പിന്നെ മതസംഘടനകളും ഒക്കെ പറയുന്നത് ചെവിക്കൊള്ളുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളെ അവരുടെ വർത്തമാനങ്ങളെ നിങ്ങളൊരു ചെറുത്തുനിൽപ്പായി കാണുകയും ഇപ്പുറത്തെ അതൊരു വർഗീയത പരത്തിൽ മാത്രമായി ചിത്രീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എനിക്കതൊരു ഒരു നല്ലതല്ലാത്ത ബാലൻസിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വർഗീയത ആര് പറഞ്ഞാലും അത് വർഗീയത തന്നെയാണ്. അല്ലാതെ ഇവിടെ വർഗീയത പറയുമ്പോൾ തീവ്രത കുറഞ്ഞ വർഗീയത, ഇപ്പുറത്ത് വർഗീയത പറയുമ്പോൾ തീവ്രത കൂടിയ വർഗീയത, അങ്ങനെയൊന്നുമില്ല. എന്തായാലും NDA അല്ലെങ്കിൽ താമര വിരിയുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്കൊരു അന്ത്യമായിരിക്കുകയാണ്. താമര വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ താമര വിരിഞ്ഞ സമയത്തും വിരിയാതെ പോയ ചില താമര മൊട്ടുകളാണ് നമ്മുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് പരിപാടി കേരളത്തിൽ നടന്നേനെ, അങ്ങനെ നടക്കില്ല എന്ന് തന്നെയാണ് നമ്മളും വിചാരിച്ചിരുന്നത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു കോമഡി മാത്രമല്ല, അവരുടെ കൂടെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇനി എങ്ങാനും ഇവർ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലും നമുക്കുണ്ടായിരുന്നു. എന്തായാലും കേരള ജനത ഇപ്പോഴും
നല്ല വിവരമുള്ള ആളുകളാണ് എന്ന് പറയുന്നൊരു കാര്യം തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഖിൽ മാരാർ പൊട്ടി, റോബിൻ രാധാകൃഷ്ണൻ പൊട്ടി, ആതിര നായർ പൊട്ടി. ഇതിൻ്റെ ഇടയിൽ രക്ഷപ്പെട്ടു പോയ ഒരു വീണ നായരും ലക്ഷ്മിപ്രിയൊക്കെ ഉണ്ട്. അവരെന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പൊട്ടിയ ആളുകളില്ലേ, ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിട്ടൊക്കെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു 10 വർഷം 15 വർഷമൊക്കെ ഇവിടെ കിടക്കുകയെ ഇവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും വരെ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. 100% ഉറപ്പുള്ള കാര്യമാണ്. ആ ഒരു കണ്ടീഷനിൽ നിന്ന് വീണ നായരും ലക്ഷ്മിപ്രിയയും നൈസായിട്ട് എസ്കേപ്പായി. ഇനി നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത്, ഒരുപക്ഷെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നത് ആ ഒരു കാര്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാവരും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. ജയിച്ചവരൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണെങ്കിൽ തോറ്റവരൊക്കെ പടക്കം പോലെ പൊട്ടുകയാണ് ചെയ്യുക. എന്തായാലും അങ്ങനെ 8 നിലയിൽ പൊട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരാൾ ഞങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പൊട്ടുമെന്നുള്ള കാര്യം ബാക്കി എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്കറിയാം. പുള്ളി മാത്രമേ അംഗീകരിക്കാത്തുള്ളൂ. പുള്ളി തരംഗമാണെന്ന് പറഞ്ഞ് നടക്കുക. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹം 8 നിലയിൽ പൊട്ടുമെന്നുള്ളത്. അങ്ങനെ പൊട്ടുന്ന സമയത്ത് നമ്മളും കൂടി സൈഡിൽ കൂടി പൊട്ടിക്കാം എന്ന് വിചാരിച്ച് ഇത്രയും നാൾ കൊണ്ടു കിടന്നൊരു ഗജേന്ദ്ര ഗുണ്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞങ്ങൾ അനാവരണം ചെയ്യാൻ പോകുന്നത്. അഖിൽ മാരാർ നമുക്ക് അയച്ചൊരു വോയിസ് മെസ്സേജാണ്. നമ്മൾ അഖിൽ മാരാറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പ്രസവം എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഉള്ള സ്ത്രീകൾ ഇതൊക്കെ വെറുതെ പേടിയായിട്ടൊക്കെ കാണുകയാണ്, ആശുപത്രിക്കാരൊക്കെ അവരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പൊതുവിൽ പുള്ളി ഇതേപോലെ വിവരമില്ലാത്ത വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാറുള്ളതായിരുന്നു. ഇതിനു മുമ്പും കുറേ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങാനും ഇനി ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. കാരണം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മണ്ടത്തരം വിളിച്ചു പറഞ്ഞാലും ചില ആളുകൾക്ക് ഈ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഇയാൾ ഇത്ര വിവരക്കേടാണോ പറയുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതേ കോൺഫിഡൻസിൽ അഖിൽമാരാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പ്രസവം, സ്ത്രീകൾ എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ അയാൾ കൈവച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരുപാട് ആളുകളുടെ മാനസിക, ശാരീരിക, ഒരുപാട് ആളുകളെ ഭയങ്കര വൈകാരികമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കുമായിരുന്നു. അന്ന് പുരുഷന്മാർ പ്രസവ വേദന എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അത്രയും ബോധവാന്മാരല്ല. പക്ഷേ ഇന്നത്തെ പുരുഷന്മാർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നുവരവും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് വളരെയധികം ബോധവൽക്കരണം നടത്തുന്നതും സ്ത്രീകൾ തുറന്നു പറയാൻ തുടങ്ങിയതുമൊക്കെ കൊണ്ട് ഈ പറയുന്ന പ്രോസസ്സിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ ഭാര്യമാരോടൊപ്പം പ്രസവ മുറിയിൽ കയറിയിട്ടുണ്ട്. എന്താണ് ഓരോ സ്ത്രീയും കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന, സ്ത്രീകളെ വളരെ കൺസിഡറേറ്റീവായി ട്രീറ്റ് ചെയ്യുന്ന പുരുഷന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ പുരുഷന്മാരും സ്ത്രീകളും അടക്കം അഖിൽ മാരാരെ എടുത്തു. നമ്മൾ ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് അത് വളരെയധികം വിഷമമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാനേജർ എന്ന പേരിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ ചെയ്യുന്നു. ഞാൻ ട്രൂ കോളറാണ് നോക്കിയത്, കോൾ എടുക്കാനൊന്നും പോയില്ല, നമുക്ക് വേറെ പണിയില്ലേ. അപ്പോൾ അങ്ങനെ കോൾ നോക്കിയപ്പോൾ അവിടുന്ന് എനിക്ക് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെ ന്യായീകരിച്ച് മറ്റൊരു പോസ്റ്റ് ഇട്ടു. ആദ്യം വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ 1/2 കിലോ അബദ്ധം ഉണ്ടായിരുന്നു. പക്ഷേ ന്യായീകരിച്ച് വന്നപ്പോൾ അത് 1/2 ടൺ അബദ്ധമായിപ്പോയി. എന്തായാലും അതിലെൻ്റെ കൂടെ ശ്രുതിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടു. ആ വീഡിയോയും കൂടി കഴിഞ്ഞപ്പോൾ അഖിലേട്ടൻ നമ്മൾ വിളിച്ചു. കേസ് ഫോണിൽ വിളിച്ചു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ തിയേറ്ററിലായിരുന്നു, എടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. എന്തായാലും ഞാൻ അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ എനിക്ക് അഖിലേട്ടൻ്റെ ഒരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്കിതെല്ലാം പബ്ലിക്കിലേക്ക് എത്തിക്കണമെന്ന്. പബ്ലിക്കിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് നമ്മൾ ആ ഒരു വോയിസ് മെസ്സേജ് ഒന്ന് പ്ലേ ചെയ്യാണ്. ഈ വീഡിയോ ഒരു ഇലക്ഷൻ അവലോകന വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് അഖിൽ മാരാറിന് ഒരു പ്രധാന വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അണ്ണൻ കുറേ ദിവസം നമ്മളെ വിളിച്ചിട്ട് അവസാനം അയച്ചൊരു ഓഡിയോ മെസ്സേജാണ്. ഇതിനൊരു ചെറിയ മറുപടിയും കൂടി തന്നിട്ട്, കാരണം മെയ് 4-ാം തീയതിയാണ് ഇത് പറയാൻ പറ്റിയ ദിവസം എന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം മെയ് 4-ാം തീയതി റിസൾട്ട് എന്താവും എന്നുള്ളത് അഖിലേട്ടൻ അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് നല്ലോണം അറിയാമായിരുന്നു. ഞങ്ങൾക്കതല്ല, കേരളത്തിൽ ഒരുവിധപ്പെട്ട വിവരമുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്തും പുള്ളിയുടെ സ്ഥിരം ടിപ്പിക്കൽ പരിപാടിയൊക്കെ ഉണ്ട്. നീ കൊള്ളാവുന്ന അച്ഛനും അമ്മയ്ക്കും ജനിച്ചവനാണെങ്കിൽ എന്നൊക്കെ പറയുന്ന നമ്മൾ മറ്റേ പ്രകോപിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടായ്പ പരിപാടിയില്ലേ, അതൊക്കെ പുള്ളി ഇപ്പോഴും ഇറക്കുന്നുണ്ട്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓഡിയോ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഉണ്ണി, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ നമ്പർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് മനസ്സിലായി കാണും, ട്രൂ കോളർ എന്തായാലും ഉണ്ടാവും. ഞാനാണ് വിളിച്ചത് മനസ്സിലായി കാണും. തിരിച്ചു വിളിക്കാനുള്ള മാന്യത ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഇതായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. എന്തായാലും വിളിച്ചിട്ടില്ല. ഞാൻ എന്തായാലും നിനക്ക് ഇപ്പോൾ ഈ വോയിസ് അയക്കുന്നത്, ഞാനൊരു കാര്യത്തിൽ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ സ്വാധീനിക്കപ്പെടത്തക്ക അല്ലെങ്കിൽ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടത്തക്ക ഒരു വാചകം ഉണ്ടാവുകയും ആ വാചകം സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അടർത്തിയെടുത്ത് ഇല്ലാത്തത് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന മാന്യത ഞാൻ കാണിക്കും. അപ്പോൾ വീണ്ടും ഇത് ഞാൻ പറഞ്ഞത് നീ എന്തോ മാത്രമായ കാര്യം ചെയ്തു വെച്ചതുകൊണ്ടല്ല. വിവരക്കേടുകൾ പ്രചരിപ്പിക്കുന്ന നിന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച് നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് സമൂഹത്തോട് നീ എന്താണ് ചെയ്തതെന്നും ഞാൻ എന്താണ് ചെയ്തതെന്നും പറയണം. നീ എന്നെ വിളിച്ച് സംസാരിക്കും. നിനക്ക് നീ കൊള്ളാവുന്ന അച്ഛനും അമ്മയ്ക്കും ജനിച്ചവനാണെങ്കിൽ നീ വലിയ കുപ്പണയടി അടിച്ചിട്ട് ഒറ്റയ്ക്കൊന്നും സംസാരിക്കുന്നതല്ലല്ലോ മര്യാദ. ഒരാളെ ഇപ്പം വിളിച്ചിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞ വിഡ്ഢിത്തരങ്ങൾ, ഞാൻ പറഞ്ഞ വിവരക്കേടുകൾ നീ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് നീ റെക്കോർഡ് ചെയ്ത് നീ എത്തിച്ചോ. എനിക്ക് ഒരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. നീ എന്നെ വിളിക്കൂ, എന്നിട്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അല്ലാതെ കട്ട് ചെയ്ത് 10 സെക്കൻഡ് അടർത്തിയെടുത്ത് നീ നിന്റെ ഭാഷ്യം ഇരുന്ന് കുണച്ചു കഴിഞ്ഞാൽ
അതല്ലല്ലോ എൻ്റെ മര്യാദ. ഒരു സമൂഹത്തിൽ ഇല്ലാത്തത് പ്രചരിപ്പിച്ച് നീയൊക്കെ നിന്റെയൊക്കെ വേർഷൻ ചമിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരാൾ പറഞ്ഞ വസ്തുത എത്രയോ ഭാഗത്ത് മാറിക്കിടക്കുകയാണ്. ഒന്ന് പോടോടുന്നത് വെറുതെ മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ ഇപ്പോൾ ഇരുന്ന് എടുത്ത് കേട്ട് നോക്കും. അയ്യേ, അത് നമ്മുടെ അവസ്ഥ ഭയങ്കര ദാരുണമാണ് എന്ന് സ്വയം നമുക്ക് തോന്നുമ്പോൾ ഇതുപോലത്തെ ഓഡിയോ ഒക്കെ ഇരുന്ന് കേൾക്കുമ്പോഴാണ് ഒരു ആശ്വാസം വരുന്നത്. അഖിൽമാരാർ ഈ പറഞ്ഞ പോലെ പുള്ളി പറയുന്ന മണ്ടത്തരങ്ങളും മിഡിത്തരങ്ങളും ഒക്കെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പുള്ളി പറയുമ്പോൾ പുള്ളി അതിനാണല്ലോ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പുള്ളിയെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊരാവശ്യമില്ല. പിന്നെ ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചാണോ ഞാനെന്നുള്ളത് എനിക്കെന്നല്ല ലോകത്താർക്കും നിങ്ങളെ വിളിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാകും. നിങ്ങൾക്ക് കുട്ടിക്കാലം മുതലെയുള്ള പല പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ബാക്കിയുള്ളവരുടെ അച്ഛനെ അമ്മയൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ആവേശവും ആകാംക്ഷയൊക്കെ ഉണ്ടാകും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചില്ല എന്ന് പറയുന്ന ആ മര്യാദയുടെ കാര്യം, ഞാൻ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരാളെ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട മിനിമം കാര്യം എന്താണെന്നറിയോ? അയാൾക്കൊരു മെസ്സേജ് അയക്കണം. ഹായ്, ഐ എം സോ ആൻഡ് സോ, ഞാൻ ഇന്നയാളാണ്, ഇന്ന കാര്യമാണ് ചെയ്യുന്നത്, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ ബന്ധപ്പെടുന്നത്, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുക. ആ മെസ്സേജ് അപ്പുറത്ത് കിട്ടാനുള്ളൊരു സമയം, അയാൾക്കത് എടുത്തു നോക്കാനുള്ളൊരു സമയം അത് കൊടുത്തതിന് ശേഷം വേണം വിളിക്കാനായിട്ട്. മിനിമം മര്യാദയുടെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വരാറുണ്ട്. സേവ് ചെയ്യാത്ത ഒരു നമ്പറിലെയും കോൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല. അഥവാ ഞാനൊരാൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇന്ന സമയത്തിനുള്ളിൽ അയാൾ വിളിക്കും എന്നറിയുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അതല്ലാത്ത പക്ഷം വളരെ ചെറിയ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഹായ് ഉണ്ണിച്ചേട്ടാ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ നിങ്ങളെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അവരെ ചിലപ്പോൾ അങ്ങോട്ടും വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അല്ലാതെ അന്തവും കുന്തവും ഇല്ലാതെ വിവരക്കേട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാവരും ഫോൺ എടുത്തോണം, നിങ്ങളുടെ നമ്പറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വിളിച്ചോണം എന്നൊക്കെ കരുതുന്നത് നിങ്ങളുടെ ഒരു അനാവശ്യമായിട്ടുള്ള സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെയാണ്. അടിസ്ഥാനപരമായ ഒരുപാട് കോംപ്ലക്സുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതൊക്കെ ഒന്ന് മാറ്റൂ. അതെനിക്ക് അഖിലിനോട് മാത്രമല്ല പറയാനുള്ളത്. അഖിൽമാരാറിൻ്റെ ചില ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നേരം കാലമൊന്നും നോക്കാതെ നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ട്. നിങ്ങളുടെയൊക്കെ നല്ല കുടുംബ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു പുരുഷൻ്റെ ഫോണിലേക്ക് അസമയത്ത് ഒരു സ്ത്രീ ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള കാര്യമാണ്. അതും കൂടി അഖിലേട്ടൻ ഒന്ന് ഈ ബാക്കിയുള്ളവരെല്ലാം നല്ല കുടുംബത്തിലാണെന്ന് ഉറപ്പിക്കാൻ നടക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് സ്വയം ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ്. എന്തിനാണ് ഇതും കൂടി ഈ വീഡിയോയിൽ ചേർത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവൻ്റെയൊക്കെ അച്ഛനെ അമ്മയൊക്കെ പരിശോധിച്ച് ചീത്ത വിളിച്ച് ന്യായീകരിച്ച് മെഴുകിയൊക്കെ നടന്ന സമയത്ത് സ്വന്തം മണ്ഡലത്തിൽ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ ഒരു 10 വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയേനെ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.